ഹലോ ഗായ്സ്, ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞങ്ങൾ 4 വർഷം 5 വർഷമായി ജിമ്മിൽ പോകുന്നുണ്ട് ബ്രോ. അപ്പോൾ ഈ ജിമ്മിൽ പോയിട്ടും ഞങ്ങൾക്ക് വലിയ രീതിയിൽ മസിൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അത് 5 വർഷം ഒക്കെ ആയിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എന്ത് സപ്ലിമെൻറ്റ്സ് ആണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് 1-2 പേര് മെസ്സേജ് അയച്ചിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ വർക്കൗട്ടിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഷൈൻ റഹ്മാൻ തന്നെയാണ് പേര് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് വർക്കൗട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. ഓക്കെ, മെയിനായിട്ട് ഈ വർക്കൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് സജഷൻസ് എനിക്ക് പറയാനുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, കുറച്ച് മുമ്പാണ്. എന്നാൽ അതിന് കുറച്ച് വ്യത്യാസപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം സപ്ലിമെൻറ്റ്സിന് ടോട്ടൽ അഗെയിൻസ്റ്റ് ആണ് ഞാൻ. കാരണം നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ അത് ഒരുപാട് അളവിൽ എടുക്കരുതെന്നാണ് എൻ്റെ സജഷൻ. പക്ഷെ ഞാൻ ഒരു സപ്ലിമെൻറ്റ്സും എടുക്കാതെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് കഴിഞ്ഞ 1 വർഷമായിട്ട്. സപ്ലിമെൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. അതത്ര നല്ല സാധനമല്ല. അപ്പോൾ ജിം ട്രെയിനേഴ്സ് ആയാലും മറ്റുള്ള ആൾക്കാരും പറയുന്നത് എന്താ, സപ്ലിമെൻറ്റ്സ് പ്രോട്ടീനാണ് തരുന്നത്, മറ്റൊന്നുമല്ല. പക്ഷെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ പ്രോട്ടീൻ്റെ പൗഡർ മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെ ബോഡീനെ ബാഡ് സിറ്റുവേഷനിലോട്ട് എത്തിക്കും. പല രീതിയിലുള്ള അസുഖങ്ങൾ വരും. ഹാർട്ട് ഡിസീസ് വരാം, കിഡ്നി ഇഷ്യൂസ് വരാം, ക്രിയാറ്റിൻ ലെവൽ കൂടാം, പല രീതിയിൽ നിങ്ങളെ ഒരു രോഗിയാക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പകരം പ്രോട്ടീൻ ഫുഡ്, അതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണമെന്ന് പറയാൻ കാരണം. ഓക്കെ, വളരെമെല്ലാം സപ്ലിമെൻറ്റ്സിന് പകരം എന്തൊക്കെ പ്രോട്ടീൻ ഫുഡ് എടുക്കണം, എന്തൊക്കെ പ്രോട്ടീൻ ഫുഡാണ് ഡെയിലി ബേസിൽ നിങ്ങൾ എടുക്കേണ്ടത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ചില ആൾക്കാർ പറയും ജിമ്മിൽ പോകണമെങ്കിൽ ഒരുപാട് പൈസ വേണം, ഫുഡ് കഴിക്കണമെങ്കിൽ പ്രോട്ടീൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരുപാട് പണം വേണം. പക്ഷേ ഒരു 100 രൂപേൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോട്ടീൻ ഫുഡ്, അതായത് ഏകദേശം ഒരു 50 ഗ്രാം മുതൽ ഒരു 100 ഗ്രാമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ പറ്റും, പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ഈ വീഡിയോ കാണണം. ഓക്കെ, അത് എൻ്റെ വർക്കൗട്ട് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായി. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മെയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 1 വർഷം കഴിഞ്ഞു. അപ്പം അന്ന് എൻ്റെ വെയിറ്റ് 84 കിലോനായിരുന്നു. ഇപ്പോൾ ഞാൻ ഏകദേശം 64-65 കിലോനുണ്ട് കേട്ടോ. കാരണം വെയിറ്റ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ടാർഗറ്റ് ചെയ്തിരുന്ന 60 കിലോനാണ്. 60 കിലോന് എത്തിക്കാൻ പറ്റിയിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതുപോലെ പല ആൾക്കാരും വെയിറ്റ് കൂടിയ ആൾക്കാർ ജിമ്മിൽ പോയിട്ട് ആദ്യം അവർ ചെയ്യുന്നത് വെയിറ്റ് കുറക്കുന്ന സംഭവമാണ്. അതാണ് അത്യാവശ്യമായിട്ട് ആദ്യം ചെയ്യേണ്ട സംഭവം. വെയിറ്റ് കൂടിയ ആൾക്കാർ വെയിറ്റ് കുറച്ചിട്ട് വേണം നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു സജഷൻ. അല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ, അത് ഇതാവില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് ആദ്യം പോകണം. ആ ഫാറ്റ് പോയാലാണ് മസിൽ ഗ്രോ വരുള്ളൂ. ശരീരത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഫാറ്റ് ഉണ്ടാവും, കൊഴുപ്പ്. ആ കൊഴുപ്പെല്ലാം പോയിട്ടാണ് നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഏത് വണ്ണമുള്ള ആളാണെങ്കിലും ജിമ്മിൽ പോയാൽ എന്ത് ചെയ്യണം, ആദ്യം ഫാറ്റ് കുറക്കണം. അതായത് കാർഡിയോ കൂടുതലായിട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ മസിൽ ഗ്രോത്ത് ചെയ്യാൻ. ഓക്കെ, ഇനി അതെല്ലാം വെയിറ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മസിൽ ഗ്രോത്ത് ട്രെയിനിങ് എടുക്കാം. കാർഡിയോ കുറച്ചെടുത്താൽ മതി. ഓക്കെ, പിന്നെ ജിമ്മിൽ നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകുന്ന ജിമ്മുണ്ടാവും. 1000-2000 രൂപക്കൊക്കെ, അല്ലെങ്കിൽ 2500 രൂപയ്ക്ക്. ഇത്രയും നമുക്ക് മാക്സിമം ഒരു സാധാരണക്കാരന് പോകാൻ പറ്റുള്ളൂ. പണക്കാരന് 10,000-20,000 അതിൻ്റെ അപ്പുറം കൊടുത്ത് പോവാം. സാധാരണക്കാരന് പോകാൻ പറ്റിയ ചെറിയ ജിമ്മുണ്ട്, അവിടെ തന്നെ പോവുക. കാരണം ഒരുപാട് വലിയ ജിമ്മിൽ പോയാൽ ഒരുപാട് മെഷീൻസ് കിട്ടും, അതുകൊണ്ട് ഭയങ്കര അധികം മസിൽ വരും എന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എല്ലാ ജിമ്മിലും, സാധാരണ ജിമ്മിൽ പോയാലും ഈ ജിമ്മിൻ്റെ സൈസും മസിലും തമ്മിൽ ഇല്ല കേട്ടോ, യാതൊരു ബന്ധവുമില്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ഏത് ജിമ്മിൽ പോയാലും വർക്കൗട്ട് ചെയ്താൽ മതി. ഫുഡും അത്യാവശ്യം നല്ല ഫുഡും കഴിക്കുക, നല്ല പ്രോട്ടീൻ ഫുഡ്, എന്നാലേ മസിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്, എങ്ങനെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാതെ, ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് ഒരു 6 മാസത്തിൻ്റെ അകത്ത് പെട്ടെന്ന് മസിൽ വരാം, അല്ലെങ്കിൽ 3 മാസം 6 മാസത്തിനകത്ത് പെട്ടെന്ന് മസിൽ വരാൻ വേണ്ടിയാണ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത്. അത് ഈ ബോഡി ബിൽഡിങ്ങിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് ആ പരിപാടി അധികം ചെയ്യുക.
ഞാൻ അതിന് ടോട്ടൽ എഗെയിൻസ്റ്റ് ആണ് കേട്ടോ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ മറ്റുള്ള മരുന്നുകൾ എഫക്റ്റ് ചെയ്യാതെ വരും. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അസുഖം വന്നു, അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലൈസ് പോവുകയാണ്. അപ്പോൾ മറ്റുള്ള മരുന്നുകൾ എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ഞാൻ ഇതിനെ സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങളത് എടുക്കുന്നത് കുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മാക്സിമം പ്രോട്ടീൻ ഫുഡ് കഴിച്ചിട്ട് നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതല്ല, ഇത് ജിമ്മിൽ പോയി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാം, ഈ വീഡിയോ ഇഗ്നോർ ചെയ്യാം. കാരണം ഇത് നിങ്ങൾ ഉദ്ദേശിച്ചുള്ള ആൾക്കല്ല. കാരണം ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പുച്ഛുണ്ടാവും എന്നോട്. ഷൈന് വന്നിട്ട് എന്താ ഇതൊക്കെ എന്നോട് പറയാം, ഞങ്ങൾക്ക് ഓൾറെഡി മസിലുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട്, ഇവനാരെന്നൊക്കെ പറയാൻ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഇഗ്നോർ ചെയ്യാം, ഇത് അവർക്കുള്ളതല്ല. ഇതൊന്നും എടുക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവും. സപ്ലിമെൻറ്റ്സ് എടുക്കാതെ നാച്ചുറലായിട്ട് എങ്ങനെ ബോഡി ബിൽഡ് ചെയ്യാം, വർക്കൗട്ട് ചെയ്തിട്ട് മസിൽ ഉണ്ടാക്കാം, കുറച്ച് സമയം എടുത്താലും 1 വർഷം 2 വർഷം എടുത്താലും അവർക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, പെട്ടെന്ന് മസിൽ ഉണ്ടാക്കി ഷോ കാണിക്കണമെന്ന ആൾക്കാർക്ക് ഇത് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഒരു പെട്ടെന്നുള്ളൊരു മസിൽ ഗ്രോത്ത് ഇവിടെ പോസിബിൾ അല്ല. അതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം. അപ്പോൾ ക്ഷമ സാധനം, പേഷ്യൻസ് ഇതിന് മസ്റ്റാണ്. പെട്ടെന്നുള്ളൊരു മസിൽ ഗ്രോത്ത് ഇതിന് സാധ്യമല്ല. ഒരുപാട് ടൈം എടുത്തു, 1 വർഷം 2 വർഷം 3 വർഷം, ഞാൻ മാക്സിമം 2 to 3 ഇയേഴ്സേ പറയുള്ളൂ. 2 വർഷം 3 വർഷം അതിൽ നിങ്ങൾക്ക് മസിൽ വരുള്ളൂ, മസിൽ കാണുള്ളൂ, ബോഡിയിൽ നിങ്ങൾക്ക് അത് വിഷൻ ചെയ്യുള്ളൂ. ഓക്കെ, അത് വിസിബിൾ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമ എന്ന സാധനം മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ പറഞ്ഞ പോലെ 3 മാസം 6 മാസത്തിൽ നിങ്ങൾ കാണുന്ന ബോഡി ബിൽഡേഴ്സൊക്കെ സ്റ്റിറോയിഡ് കുത്തിവെച്ചിട്ടും സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടും, അതായത് അളവിൽ കൂടി എടുത്ത ആൾക്കാരാണ്. അവരുടെ ബോഡി നിങ്ങളുടെ ബോഡിയും തമ്മിൽ കമ്പയർ ചെയ്യരുത് കേട്ടോ. അത് ഫേക്ക് ബോഡി ആയിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഫേക്ക് ബോഡി, അതായത് കുത്തിവെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചിക്കനൊക്കെ കണ്ടിട്ടില്ലേ, നാടൻ കോഴി എന്താണ് നല്ല സാധനമാണ്. ഈ കുത്തിവെച്ചുണ്ടാക്കിയ അതായത് കോഴികൾ എന്താണ് കേടാണ്, അതേപോലെയാണ് കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. കുത്തിവെച്ച മറ്റേ കോഴികളുണ്ടല്ലോ, ആ കോഴികൾ കേടാണ്. നാടൻ കോഴികൾ എന്താ വെച്ചാൽ അതൊന്നും ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല, നാച്ചുറലാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ മസിൽ നിങ്ങൾ കാണുന്ന മസിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ബോഡി ബിൽഡേഴ്സ്. അതിന് നാച്ചുറലായിട്ട് എടുത്ത ആൾക്കാരുടെ ബോഡി നമുക്ക് വേറെ കാണാൻ പറ്റും. അല്ലാതെ കുത്തിവെച്ചെടുത്ത ആൾക്കാർ ബൾജ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും ഏതാണ്. എടുക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല അസുഖങ്ങളും വരിക. അതിപ്പോൾ വരില്ല, കുറച്ച് കഴിയുമ്പോൾ വരും, പ്രായമൊക്കെ എത്തുമ്പോൾ വരും. ഓക്കെ, ഇപ്പോൾ ബോഡി ഭയങ്കര സെറ്റപ്പിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് നല്ല ബൾജ് ചെയ്ത് മസിൽ കയ്യിൽ, ഷോൾഡറിൽ, ബാക്കിൽ, ചെസ്റ്റിൽ എല്ലായിടത്തും ബൾജ് ചെയ്ത് വരെ കാണാൻ തന്നെ പൊളിയായിരിക്കും. കാണുമ്പോൾ നമുക്ക് നല്ലത് തോന്നും, എന്താ ബോഡിയാവും, അടിപൊളി ബോഡി, ഇങ്ങനത്തെ ബോഡി എവിടെ കണ്ടിട്ടില്ല, അങ്ങനെ അവർ മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, കാരണം അവിടെ നോക്കുന്നത് മസിലിൻ്റെതാണ്. കോമ്പറ്റീഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ മസിൽ എന്ന് മാത്രമേ നോക്കുള്ളൂ. എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം അവർ നോക്കൂല. എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, മസിൽ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. നാച്ചുറലായിട്ട് ഇതൊന്നും എടുക്കാതെ വർക്കൗട്ട് ചെയ്ത്, വർഷങ്ങൾ കൊണ്ട് വർക്കൗട്ട് ചെയ്ത് നല്ല ഫുഡ് കഴിച്ചുണ്ടാക്കിയ ബോഡിയും ആർട്ടിഫിഷ്യലായിട്ട് കുത്തിവെച്ച ബോഡി രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൾക്കാർക്ക് വേണം. അതില്ല സത്യത്തിൽ കേട്ടോ. അതാണ് ശരിക്ക്. ഇതൊക്കെ ഫേക്ക് ബോഡിയാണ്, ആ കാണുന്നൊക്കെ ഫേക്ക് ബോഡിയാണ്. നാച്ചുറൽ ബോഡി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നല്ല ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തുണ്ടാക്കുന്ന ബോഡിയാണ്. അത് നല്ല റെസ്റ്റും കൊടുക്കണം ബോഡിക്ക്. ഒരു സാധാരണ ഒരാൾ ആൾക്ക് ജിമ്മിൽ പോകണം, കയ്യിൽ പൈസ, ബഡ്ജറ്റ് വളരെ കുറവാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ജിം ആദ്യം അന്വേഷിക്കുക, അവിടെ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഭക്ഷണം ക്രമം അത് പറയുകയാണെങ്കിൽ അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഓയിൽ, ഷുഗർ എന്നുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുക. 1-2 തവണകൾ എടുത്താൽ മതി. ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടുള്ള ഷുഗർ ഇടുക. ഷുഗറിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗുഡ് മീൻസ് ശർക്കര. ഞാനൊക്കെ അതാണ് എടുക്കുന്നത്, ശർക്കര ഞാൻ സജസ്റ്റ് ചെയ്യും. ചെറിയ അളവിൽ ശർക്കര യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഫി, ചായക്ക് പകരം കോഫി, ബ്ലാക്ക് കോഫി എപ്പോഴും നല്ലതാണ്, ബ്ലാക്ക് കോഫി കഴിക്കുക. ഓക്കെ, അതും 1-2 വട്ടം, മാക്സിമം 1 ടൈം. പാല് നിങ്ങൾക്ക് രാത്രി കുടിക്കാം. പാലിൽ ഏകദേശം 6 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. പാല് രാത്രി കുടിക്കാം, ഉറങ്ങുന്നതിന് മുമ്പ് 1 ഗ്ലാസ് പാല് കുടിക്കാം, 6 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ചായയിൽ പ്രത്യേകിച്ച് പ്രോട്ടീനൊന്നും കിട്ടില്ല കേട്ടോ. അത് നോർമൽ നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ കുടിക്കാം, അതിന് വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. ചിലർക്ക് ചായ കുടിക്കാൻ വെക്കാൻ കഴിയില്ല എന്നെ പോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്ത ചായ കുടിക്കാം. ബ്ലാക്ക് കോഫിയാണ് ഞാൻ പറയാം, ചായ അല്ല, കോഫി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മുട്ട കഴിക്കാം. പിന്നെ ഒരു ഗ്രീൻ ടീ കുടിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ ബ്ലാക്ക് കോഫി. ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. 3 മുട്ടയ്ക്ക് 1 മുട്ടയ്ക്ക് 7 രൂപ വെച്ചിട്ടാണ് നോക്കുകയാണെങ്കിൽ ഏകദേശം 10-21 രൂപയാകത്തുള്ളൂ. ഏകദേശം ഒരു 18 ഗ്രാം പ്രോട്ടീൻ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. 3 ഗ്രാം വോൾ എഗ്ഗ് കഴിക്കണം, പുഴുങ്ങിയ മുട്ട കംപ്ലീറ്റ് കഴിക്കണം. അപ്പോൾ അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഇടയിൽ ഒരു 3 പഴം,
അല്ലെങ്കിൽ 2 പഴം, 2 പഴം കഴിക്കാം, 3 ആക്കണ്ട, 2 പഴം. പിന്നെ കുറച്ച് റോസ്റ്റഡ് ചന മീൻസ് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അറിഞ്ഞൂടാ, കറുപ്പ് കടല ഉണ്ട്. ഇത് റോസ്റ്റ് ചെയ്തത്, പൊരിച്ചതല്ല, റോസ്റ്റ് ചെയ്തത് കുറച്ച്, ഏകദേശം ഒരു 50 ഗ്രാമോളം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 50 ഗ്രാമിൽ നിന്ന് ഏകദേശം ഒരളവിലൊരു പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി, സ്കിപ്പായിപ്പോയി. ഓക്കെ, അപ്പോൾ അത്രയും പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ചായ കുടിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങൾ ഇത് കഴിക്കേണ്ടത്. പിന്നെ ലഞ്ചിന് നിങ്ങൾക്ക് കുറച്ച് റൈസ് കഴിക്കാം, 1 കപ്പ് റൈസും, അല്ലെങ്കിൽ ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് കറിയാണ്. അതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കുക്കുംബർ കഴിക്കാം, പ്ലസ് കുക്കുംബർ. അപ്പോൾ ഈ ചോറിൻ്റെ അളവ് എപ്പോഴും കുറച്ച് വരിക. ഓക്കെ, ചോറിന് പകരം ചപ്പാത്തി കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം. ഞാൻ ഇഡ്ഡലിയാണ് കഴിക്കാറ്, ഇവിടെ ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇഡ്ഡലി കഴിക്കാം, ഒരു 3-4 ഇഡ്ഡലി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ടൈം ഉണ്ടാവും, അതായത് ചായക്ക് മുമ്പുള്ള ഒരു ബ്രേക്ക് ടൈം, ഒരു 3 മണി. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പീനട്ട്സ് ഉണ്ടാവും, പീനട്ട് ബട്ടർ, അതൊരു സ്പൂണ്, അല്ലെങ്കിൽ പീനട്ട്സ് പറയുമ്പോൾ 10 പീനട്ട്സ്, അതാണ് ഒരു സ്പൂണിൻ്റെ കണക്ക്, അത് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി, ഇതേപോലെ തന്നെ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചസാര ഇല്ലാതെ ഇതാക്കി കഴിക്കാം, ഗുഡ്, അതായത് ശർക്കര ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ടീ കഴിക്കാം. അതിൽ നിന്ന് ഏകദേശം ഒരു പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ബോഡിയിലോട്ട്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ദോശ, ഗോതമ്പ് ദോശ. ഓക്കെ, ഇതൊരു 3 ദോശ അല്ലെങ്കിൽ 3 ചപ്പാത്തി കൂടാൻ പാടില്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുട്ടക്കറി ബെസ്റ്റാണ്, മുട്ട സബ്ജി, മുട്ടക്കറി, അതായത് 3 മുട്ട ഹോൾ എഗ്ഗ് എടുക്കാം, അല്ലെങ്കിൽ 2 എഗ്ഗ് ഇതെടുത്തിട്ട് മുട്ടക്കറി വെക്കാം. അതിൽ നിന്ന് ഏകദേശം 3 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാം, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഏറ്റവും ബെസ്റ്റാണ്, ചിക്കൻ ബ്രസ്റ്റോ ചിക്കനോ നോർമൽ. അതിൽ നിന്ന് ഏകദേശം ഏകദേശം ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 30 ഗ്രാമിൻ്റെ അകത്തൊക്കെ അതിൽ നിന്ന് പ്രോട്ടീൻസ് കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ രാത്രി കിടക്കുന്ന മുമ്പ് ഗ്ലാസ് പാല്. ഇതാണ് ഒരു നല്ലൊരു ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കഴിക്കുന്ന സാധനങ്ങൾ മാറ്റാം. ഇപ്പം പറഞ്ഞ റോസ്റ്റ് ചനയ്ക്ക് പകരം ഗ്രീൻ പീസ് ആക്കാം. ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് ആക്കിയാൽ കുഴപ്പമില്ല. പിന്നെ സോയാബീൻ നല്ലതാണ്, സോയാബീൻ ആക്കാം. ഈ പറഞ്ഞ മുട്ടയ്ക്ക് പകരം സോയാബീൻ എടുക്കാം. പിന്നെ പനീർ എടുക്കാം, പനീറൊക്കെ പ്രോട്ടീനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാം. ഓക്കെ, വെജിറ്റബിൾസും ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കാം. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ് ഈ പറഞ്ഞ ഭക്ഷണത്തിലൊക്കെ. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ശരീരത്തിലോട്ട് ഒരു 40 ഗ്രാം പ്രോട്ടീൻ എന്തായാലും ശരീരത്തിലോട്ട് 40-50 ഗ്രാം. ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്കൂപ്പിൽ ഏകദേശം 24 ഗ്രാം പ്രോട്ടീനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 2 സ്പൂൺ എടുത്താൽ ഏകദേശം 50 ഗ്രാം. ഈ പറഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 50 ഗ്രാം പ്രോട്ടീൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ബോഡിയിലോട്ട് ഒരു ദിവസം പോയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല, നല്ല ഹെൽത്തി ഫുഡാണ്, ഫുഡിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്, വേറൊരു അഡീഷണൽ പറഞ്ഞ സൈഡ് എഫക്ട്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഏറ്റവും ഹെൽത്തി, ഞാൻ പറഞ്ഞ സാധനം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ ഫുഡ് കഴിക്കുക, ഇത് മാറ്റി കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ പനീർ എടുക്കുന്ന സമയത്ത് പനീർ ഇപ്പം ഇന്നെടുത്തു, നാളെ പനീർ എടുക്കാൻ വയ്യ, ചപ്പാത്തി എടുക്കാം, ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ അതിന് പകരം ഗ്രീൻ പീസ് എടുക്കാം, അതിന് പകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂങ് ദാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പയർ എടുക്കാം. അങ്ങനെ മാറി നിങ്ങൾക്ക് ചെയ്യാം, മടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ദോശ, ചപ്പാത്തിയോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് പകരം പുട്ടോ, ഗോതമ്പ് പുട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം രാത്രി കേട്ടോ. പിന്നെ കിടക്കുന്ന മുമ്പ് ഗ്ലാസ് പാല്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓട്സ് എടുക്കണമെങ്കിൽ ഓട്സ് എടുക്കാം രാത്രി, ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിന്നൊക്കെ പ്രോട്ടീനുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് മുഴുവൻ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 50 ഗ്രാം പ്രോട്ടീൻ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഈ 2 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിൻ്റെ വില, നിങ്ങൾ ഡെയിലി എടുക്കുന്ന 2 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിൻ്റെ വില 3000-4000 രൂപയാണ്. ജിമ്മിൽ പോകുമ്പോൾ നമ്മളവിടെ 2000 കൊടുക്കണം, പ്ലസ് പ്രോട്ടീൻ പൗഡർ 3500, എല്ലാം കൂടെ ഏകദേശം 5000-6000 രൂപ. പിന്നെ അവർ വേറെയും കുറേ സംഭവങ്ങൾ പറഞ്ഞ് അതൊക്കെ വാങ്ങേണ്ടി വരും. മൊത്തം നിങ്ങൾക്കൊരു 10-10000 രൂപ അടുത്ത് വരും. എന്തിനതിൻ്റെ ആവശ്യം? ഇത് മതി. ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു 2 വർഷത്തിൻ്റെ അകത്ത് നല്ലൊരു ബോഡി സെറ്റാക്കാൻ പറ്റും. പിന്നെ ഡെയിലി ജിമ്മിൽ പോകുക, ആ കാര്യത്തിലോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ജിമ്മിൽ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ പറയുള്ളൂ. വൈകിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അത് നിങ്ങളിഷ്ടമാണ്. ഞാൻ രാവിലെയാണ് പ്രിഫർ ചെയ്യുക. രാവിലെ ആകുമ്പോൾ ഗുണം പറയുകയാണെങ്കിൽ നമുക്ക് എനർജി കൂടും. നമ്മൾ ആ ജിം ഒരു മണിക്കൂർ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്തതിന് ശേഷം
നമ്മളൊന്ന് കുളിച്ച് റെഡിയായി ഓഫീസിലോട്ട് പോവുകയോ വർക്കിലോട്ട് പോവുകയോ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി മൈൻഡായിരിക്കും, നല്ല ഫ്രഷ് മൈൻഡായിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ടാണ് വൈകിട്ടാണെങ്കിൽ നമ്മൾ ആകെ ടയേർഡായിരിക്കും, വർക്ക് കഴിഞ്ഞ് വന്ന് ടയേർഡായി ആകരുതായിരിക്കും. അതാണ് ഞാൻ രാവിലെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ ജിമ്മിൽ പോകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ മാക്സിമം, കൂടുതൽ മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ വീക്കാവും, ബോഡി വീക്കാവും. കുറേ ആൾക്കാർ കാണാൻ ഇഷ്ടം പോലെ മണിക്കൂർ വർക്ക് ചെയ്യണം. ഒരിക്കലും ചെയ്യരുത്. 2 നേരമൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ജിമ്മിൽ, ഒരിക്കലും പോകരുത്. നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. ഈ മസിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ സമയം നമുക്ക് എടുത്ത് പണിയെടുക്കാൻ പറ്റുന്ന സാധനമില്ല. അതിന് റെസ്റ്റ് കൊടുക്കണം. ഏകദേശം ഒരു 24 to 48 hours റെസ്റ്റ് ഇല്ലെങ്കിൽ മസിൽ ഗ്രോ ചെയ്യില്ല. മനസ്സിലായോ? അതാണ് റെസ്റ്റിംഗ് പീരീഡ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് 2 മണിക്കൂർ കൂടുതൽ വർക്കൗട്ട് ചെയ്യരുത്. മസിൽ റെസ്റ്റ് വേണം, അല്ലെങ്കിൽ മസിൽ വീക്കായി പോകും. ഓക്കെ, ഗ്രോ വരത്തില്ല, മസിൽ വളരില്ല. ഞാൻ എഴുതി തരാം. അപ്പോൾ റെസ്റ്റ് കൊടുക്കുക, മസിൽ ഗ്രോത്തിന് റെസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ട്രെയിനേഴ്സിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അഡീഷണൽ പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില ജിമ്മിൽ ഫ്രീ ആയിരിക്കും, ട്രെയിനേഴ്സ് പൈസ ഒന്നും മേടിക്കില്ല. ചില ജിമ്മിൽ അവർ അഡീഷണൽ പൈസ വാങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ഫ്രീ ആണെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ബിഗിനേഴ്സിനോടാണ് പറയണത്, ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ട് വാങ്ങുക. അവർ ഓക്കെ ആണെങ്കിൽ. അതല്ല പൈസ കൊടുക്കണം, നിങ്ങളതിൽ പൈസ ഇല്ല. ഇപ്പം ഞാൻ ഈ പറയണൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രെയിനേഴ്സ് വേണ്ടാന്ന് വിചാരിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ ഇനി ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഡെയിലി ബേസിൽ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി അതല്ല എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യും, ഭാവിയിൽ ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്ത ആൾക്കാരുണ്ടാവും ഈ വീഡിയോസ് ഓൾറെഡി. ഈ ജിമ്മുമായി ബന്ധപ്പെട്ട, ജിം ആൻഡ് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. അതിലുണ്ടാവും എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡേറ്റ്സ്, ഇപ്പോൾ വീക്കിലി മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ, അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ആണെങ്കിൽ, മൺഡേ ചെസ്റ്റ് ആണെങ്കിൽ ആ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് മാത്രം ചെയ്യുക, പ്ലസ് കാർഡിയോ. ഓക്കെ, ട്യൂസ്ഡേ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രൈസെപ്സ്, അതായത് ബൈസെപ്സ് എന്ന കൈയാണ്, ഷോൾഡറിൻ്റെ കൈൻ്റെതാണ്. ട്രൈസെപ്സ് എന്ന ഈ ഭാഗമാണ് നമ്മുടെ ഈ കൈൻ്റെ ബാക്ക് സൈഡ് പോർഷൻസ്, അപ്പർ സൈഡ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, പിന്നെ തേർഡ് ഡേ നിങ്ങൾ ഷോൾഡർ ആണ് ചെയ്യണമെങ്കിൽ ഷോൾഡർ, കംപ്ലീറ്റ് ഷോൾഡറിൻ്റെ വർക്കൗട്ട്. ഫോർത്ത് ഡേ ബാക്കാണ്, കംപ്ലീറ്റ് ബാക്ക്, പിന്നെ ലെഗ്. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു വീക്ക് നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കുക. നിങ്ങൾ മൈൻഡിൽ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് മേടിച്ച് എഴുതി വെക്കുക. അതിൽ എന്തൊക്കെ വർക്കൗട്ട്, അപ്പോൾ ബൈസെപ്സിന് നമ്മൾ എന്തൊക്കെ ചെയ്യും, ഷോൾഡർ നമ്മൾ ഗ്രോ ചെയ്യാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള ഡംബിൾസ് വർക്കൗട്ടുകളൊക്കെ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. യൂട്യൂബ് നോക്കി വീഡിയോസ് കണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത്, നിങ്ങൾക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കുക, ബുക്കിൽ എഴുതി വെക്കുക, ഫോണിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. 3 സെറ്റ്, ഞാൻ അതേ പറയുള്ളൂ, 3 സെറ്റ് 10 റിപ്പീറ്റേഷനായിട്ട് ചെയ്യാം. 3 സെറ്റ് എന്ന് പറഞ്ഞാൽ 3 വട്ടം 10 കൗണ്ടായിട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുക എല്ലാ വർക്കൗട്ടും. അപ്പോൾ ഒരു 4-5 സംഭവങ്ങളുണ്ടാവും, സെറ്റ് ഉണ്ടാവും. ആ സെറ്റ് എന്ത് ചെയ്യുക, 3 റൗണ്ടായിട്ട് 10 റിപ്പീറ്റേഷൻ വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുക, ഡെയിലി ബേസിൽ അങ്ങനെ ചെയ്ത് പോവുക. അല്ലാതെ നിങ്ങൾ ട്രെയിനേഴ്സിന് 4,000-5,000 അങ്ങനെ കൊടുക്കണം, മൊത്തത്തിൽ ഒരു 15 രൂപ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ബഡ്ജറ്റ് കുറച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എൻ്റെ മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ടായിട്ട് പറയണത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടങ്ങിയല്ലേ, താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആരെയൊക്കെ ഇനിയിപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആൾക്കാരുണ്ടാകും. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ നമുക്കിപ്പോൾ ഇവരൊക്കെ ഈ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലിടുന്നുണ്ട്, യൂട്യൂബിലുണ്ട്. അവരൊക്കെ പറയുന്നത് കോസ്റ്റ്ലി ഐറ്റംസാണ്, കോസ്റ്റ്ലി പ്രോട്ടീൻ പൗഡർ, കോസ്റ്റ്ലി ഫുഡ്. ഇതൊന്നും നമ്മൾ സാധാരണക്കാരെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല. പാവപ്പെട്ട ഒത്തിരി ആൾക്കാർക്ക് ഉണ്ട്, അവർക്ക് വർക്കൗട്ട് ചെയ്യണ്ട, അവർക്ക് ഈ പറഞ്ഞ സാധനം വാങ്ങാൻ പറ്റുമോ? പൈസ ഉണ്ട് അവരുടെ കയ്യിൽ? ഇല്ല. പാവപ്പെട്ട എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, അവർക്കൊന്നും ഈ സാധനം വാങ്ങാൻ പറ്റുമോ? ഈ ജിമ്മിൻ്റെ ഫിറ്റ്നസ്സിന് മായി ബന്ധപ്പെട്ടുള്ള മെഷീൻസോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളോ, അതല്ല ഈ പറഞ്ഞ ഈ ജിമ്മിലെ ട്രെയിനേഴ്സ് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ പൗഡറോ ക്രിയാറ്റിൻ പൗഡറോ, അവർ പറയണ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ടല്ലോ. ഇനി അവർക്കും കൊടുക്കണം, ട്രെയിനേഴ്സിനും കൊടുക്കണം പൈസ, 4,000 5,000 അല്ലെങ്കിൽ എത്ര അവർ ചോദിക്കണം പൈസ. ഇത് കൊടുത്തിട്ട് നമ്മൾ ജിമ്മിലും കൊടുക്കണം വേറെ. ഈ മാസം ഒരു 15 രൂപ അങ്ങനെ പോകും. ഇതൊക്കെ ഒരു സാധാരണക്കാരനെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല.
അതുപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലും അവിടെയും ഇവിടെ ഒക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ വന്നാൽ അതൊക്കെ കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി ഫുഡ് ഐറ്റംസാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ കാണിച്ചു തരുന്നത്, സപ്ലിമെൻറ്റ്സ് കാണിച്ചു. ഇതൊന്നും ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇനി മുതൽ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ബോഡി എങ്ങനെ ബിൽഡ് ചെയ്യണം, മസിൽ ബിൽഡ് ചെയ്യണം, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാതെ നിങ്ങൾ ആരോഗ്യം കാക്കുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എങ്ങനെ കഴിക്കണം എന്നുള്ള വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഓക്കെ ഗായ്സ്, അത്രയേ ഉള്ളൂ.